ഗൈസ്, വെൽക്കം ടു ചാനൽ ക്രാഫ്റ്റ് ലോക്ക്ഡൗൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് കേട്ടോ. അപ്പോൾ ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ട് അത് ഹാഫായിട്ടൊന്ന് മടക്കാം. ഓക്കെ, ഇത് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോർഡർ വരയ്ക്കാം. ഞാനിപ്പോൾ CD മാർക്കറും കൊണ്ടാട്ടോ ബോർഡർ വരയ്ക്കുന്നത്. വരച്ച് അറ്റം വരെ വരച്ച കുഴപ്പമില്ല. അടിയിൽ വരയ്ക്കാം. ഞാനിപ്പോൾ ബോർഡർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പെൻസിലും കൊണ്ട് ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ലൈൻ വരയ്ക്കാം. നേരെ ഇങ്ങനെ ലൈറ്റായിട്ട് വരച്ചാൽ മതി, കാണാൻ പറ്റും. ഞാൻ രണ്ടാമത്തെ ലൈൻ വരച്ചു. മൂന്നാമത്തെ ലൈൻ ഇച്ചിരി ഇറക്കി വരയ്ക്കാം കേട്ടോ. ലൈറ്റായിട്ട് വരച്ചാൽ മതി. നമുക്കൊരു ഹാപ്പി എന്ന് എഴുതാം. ഇച്ചിരി ഹാപ്പിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഹാപ്പിന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂ ഇയർ എഴുതാം കേട്ടോ. ഞാൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതേ കൂടെ ഇങ്ങനെ ന്യൂ ഇയർ ഇച്ചിരി വലുതായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്നെ എഴുതി കഴിഞ്ഞ് ഇനി ഈ തട്ട് ന്യൂ ഇയർ. ന്യൂ ഇയർ.
നമ്മൾ ന്യൂ ഇയർ എന്ന് എഴുതി. ഇനി നമുക്ക് 2021 എഴുതണം. അപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് എഴുതാം. വേണമെങ്കിൽ ഇച്ചിരി പൊക്കത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഇച്ചിരി ചെറുതായിട്ട് എഴുതാം. അപ്പോൾ ഞാനിത് 2021 ഓക്കെ. നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹാപ്പി ന്യൂ ഇയറിന് ഞാനൊരു CD മാർക്കറും കൊണ്ടായിരുന്നു. ഇപ്പം CD മാർക്കറും കൊണ്ട് എഴുതുന്ന കാരണം ചിലപ്പോൾ ഇവിടെ അച്ചാവും. അത് കാരണം ഇങ്ങനെ വെച്ച് എഴുതാം. ഹാപ്പി എഴുതി കഴിഞ്ഞു. ഇനി ന്യൂ ഇയർ. ഇതിൻ്റെ മുകളിൽ കൂടെ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി. ഇനി 2021 നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡയമണ്ട് പോലത്തെ സാധനമല്ലേ, അതിങ്ങനെ ചിലപ്പോൾ ലൈനായിട്ട് കിട്ടുകയും ചെയ്യും, ഒന്നൊന്നായിട്ട് കിട്ടും. എനിക്കിപ്പോൾ ഒന്നൊന്നായിട്ടുള്ളൂ. അതിപ്പോൾ ഞാൻ ഗ്ലൂവും കൊണ്ട് 2021 എഴുതാൻ പോവാം. അപ്പം ഞാൻ എഴുതാൻ പോവാ. ഇപ്പം നമുക്ക് ബ്രഷും കൊണ്ട് ചെയ്യുന്നതാണ് ഈസി. ഇങ്ങനത്തെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ഈ ഗമ്മിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് അപ്പം ഞാൻ ബ്രഷിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആദ്യത്തെ ഇത് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ഇത് ഒട്ടിക്കാൻ സ്റ്റോണ്. ഇപ്പോൾ 2 ചെയ്തിട്ടുണ്ട്. ഇനി 0 ചെയ്യാം. ഞാനിത് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. പതുക്കെ ചെയ്താൽ മതി. ഒട്ടിച്ചുകൊണ്ടിരിക്കുക. 0 ഇപ്പം കഴിയാറായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റോണ് ട്വീസേഴ്സ് കൊണ്ട് എടുത്തിട്ട് ഒട്ടിക്കാം. സീറോ കഴിഞ്ഞു. ഇനി 21 2. അപ്പം ഞാൻ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ സ്റ്റോൺസും ഒട്ടിക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ കളർ സ്റ്റോൺ ഇല്ലാത്ത കാരണം ഈ സ്റ്റോൺ ഒട്ടിക്കുകയാണ്. ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തീരാറായിരിക്കും. ഈ സ്റ്റിക്കേഴ്സിൻ്റെ ലൈനായിട്ടുള്ളതുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ അത് ഇല്ലാത്ത കാരണം എനിക്കിപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ച ലൈന് ഈ പെൻസിലിൻ്റെ പുറകിലുള്ള എറേസർ, അങ്ങനത്തെ എറേസർ കൊണ്ട് മായ്ക്കുക. ഇല്ലെങ്കിൽ തിന്നായിട്ടുള്ള ഏതെങ്കിലും എറേസർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മായ്ക്കുക കേട്ടോ. മറ്റേ എറേസർ കൊണ്ട് മായ്ച്ചത് ചിലപ്പോൾ തട്ടിപ്പോവും. ഊതി കൊടുക്കുക. ഇപ്പം ഞാൻ മായ്ച്ചുകൊണ്ടിരിക്കുക. മായ്ച്ച് 2021 അതിൻ്റെ ലൈനൊക്കെ മായ്ച്ചിട്ടുണ്ട്. ഇപ്പം 21 മായ്ച്ചിട്ടുണ്ട്. ഇനി ന്യൂ ഇയറിൻ്റെയും കൂടെ മായ്ക്കാം. സൂക്ഷിച്ച് മായ്ക്കുക. സ്കെച്ചൊക്കെ ആണെങ്കിൽ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ CD മാർക്കറും പരക്കും. ഇപ്പോൾ മായ്ച്ചിട്ടുണ്ട്. ഇനി അടുത്ത പേജിലേക്ക് പോവാം. ഇപ്പോൾ ഈ ബ്ലൂ ചാർട്ട് നമ്മൾ എടുത്തു വെച്ചത് ഇങ്ങനെ ഇതിലേക്കൊന്ന് ഒട്ടിക്കാം. ഇനി ഞാൻ ഫെവി സ്റ്റിക്കാട്ടോ ഒട്ടിക്കുന്നത്. നല്ലോണം തേച്ച് കൊടുക്കാം. എല്ലായിടത്തും തേച്ചെടുക്കണം. ഈ കോർണേഴ്സിലൊക്കെ നല്ലോണം തേച്ചെടുക്കണം. ഇനി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നല്ലോണം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ബാക്കി വന്നിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ ആദ്യം ഒരു പെൻസിലും കൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു പടക്കം പോലെ വരയ്ക്കാം. ഇങ്ങനെ ഒരു പടക്കം പോലെ 2-3 പടക്കം വരച്ച. ഞാനിപ്പോൾ 2 പടക്കേ വരയ്ക്കുന്നുള്ളൂ. ലൈറ്റായിട്ട് വരയ്ക്കുന്ന കാരണം ചിലപ്പോൾ ഈ നീലയിലായി കാരണം ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കും നമുക്ക്. ഇനി ഒരു കളർ പെൻസില് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ പേർപ്പിളും പിങ്കും ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വരയ്ക്കാം. രണ്ടും മിക്സായിട്ട് വരയ്ക്കാം. നീലയിലായ കാരണം ചിലപ്പോൾ പർപ്പിൾ വേണമെന്നില്ല. പിങ്കും നീലയും പർപ്പിളാണല്ലോ, അപ്പോൾ അത് പർപ്പിളായിട്ട് കാണത്തുള്ളൂ.
പടക്കം വരച്ചിട്ടുണ്ട്. ഇനി താഴെ ഒരു പൂത്തിരി വരയ്ക്കാം. ഇപ്പോൾ ഞാൻ 2 പൂത്തിരി വരയ്ക്കുന്നുണ്ട്, അടുത്തടുത്തായിട്ടാട്ടോ. ഇനി ഒരു യെല്ലോ കളറും കൊണ്ട് വരച്ചത് ഗ്രീൻ ആവും. ഞാനൊന്ന് പെൻസിൽ കളറും കൊണ്ടൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇപ്പം ഒരു യെല്ലോയിഷ് വരുന്നുണ്ട്. ഡാർക്കായിട്ട് വരയ്ക്കാം. ഒരു റെഡ് എടുക്കാണ്. ഇതിൻ്റെ അടിയിലത്തെ ഇത് ട്രയാങ്കിൾ പോലത്തെ സാധനത്തിൽ വരയ്ക്കാം. ഈ ബാക്കി ഒന്നൊക്കെ ഒന്ന് പെൻസിലും കൊണ്ട് മായ്ക്കാൻ പോവാം. ഇത് മാഞ്ഞു പോയി. ഈ യെല്ലോ നല്ല ഡാർക്കായിട്ട് വരയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ പൂർത്തിരി വരച്ചത്. ഇനി ഈ സൈഡിൽ, അല്ലെങ്കിൽ ഈ സൈഡിലായാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ ഒരു ന്യൂയോർക്ക് കോട്ട്. ഞാനിപ്പോൾ ഈ കോട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എഴുതാം. അതൊരു പെൻസിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൈൻ ഒന്നും കൂടി നല്ല നീട്ടത്തിൽ വരയ്ക്കും. അടിയിലത്തെ കുറച്ചും കൂടി നീളത്തിൽ. ഇപ്പം ഞാൻ 2 ലൈൻ വരച്ചിട്ട് മുകളത്തെ ഇച്ചിരി കുഞ്ഞതും അടിയിലത്തെ ഇച്ചിരി വലുതായിട്ട് എന്നിട്ട് എഴുതാൻ പോവാ. ഞാൻ എടുത്തിരിക്കുന്ന കോട്ട് ന്യൂ ഇയർ ഇസ് ഓൺ ദ വേ ആൻഡ് ദ പോസിബിലിറ്റീസ് ആർ എൻലെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കോട്ട് വേണേലും എഴുതാം കേട്ടോ. ലൈൻ എഴുതുക. ആൻഡ് ദ are ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ ലൈന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വായിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഹാപ്പി ന്യൂ ഇയർ 2020 എന്ന് നല്ല രസത്തിൽ എഴുതണം. അതിന് പിന്നെയും ഒരു സ്കെയിൽ എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 3 ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഹാപ്പി ന്യൂ ഇയർ എന്നും കൂടി എഴുതണം. ഞാൻ കേഴ്സീവ് ലെറ്റേഴ്സിലാണ് കേട്ടോ എഴുതുന്നത്. ഇങ്ങനെയാട്ടോ എഴുതിയിരിക്കുന്നത്. ഇനി അവിടെ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇത് മായ്ക്കാറായിട്ടുണ്ട്. അപ്പം ഞാൻ പെൻസിലിൻ്റെ പുറകിൽ വെച്ചിട്ട് ഇങ്ങനെ മായ്ക്കത്തുള്ളൂ. അപ്പോഴേ ഇതിൻ്റെ ചിലപ്പോൾ മറ്റേ ഇറേസർ കൊണ്ട് ഇത് ചിലപ്പോൾ പരക്കുന്നതാണ്. പതുക്കെ മാറ്റും. ഈ നീലയിൽ ചിലപ്പോൾ ഇതായി ലൈറ്റായിട്ട്
ഇനി ഞാൻ ഈ ഫ്രണ്ടിൽ ഒരു റിബൺ പോലെ വെക്കുന്നുണ്ട്. അതിന് ഇച്ചിരി ഒരു കുഞ്ഞു റിബൺ എടുക്കുന്നുള്ളൂ, ഇത്രയൊക്കെ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ആയിട്ടാട്ടോ, ഓപ്പോസിറ്റ് ഞാൻ തുന്നി കൊടുക്കുന്നേ. എന്നിട്ട് ഒരു റിബൺ പോലെ ഞാൻ ഈ റിബൺ കെട്ടിക്കൊണ്ടിരിക്കും. നമ്മളിതൊന്ന് ഷേപ്പൊക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇത് ഇവിടെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ കൊടുക്കുക. പശ തേച്ചിട്ടുണ്ട്, ഇനി ഇവിടെ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ.